പ്രധാന വാർത്തകൾ. നാണക്കേട്. പണം വാങ്ങി മാലിന്യം റോഡിലിട്ടു. നെയ്യാറ്റിൻകര നഗരസഭയുടെ ഉത്തരവാദിത്തമില്ലായ്മയിൽ ജനം. വീട്ടിലെ മാലിന്യം പൊതുസ്ഥലത്ത് തള്ളുന്നത് ഗുരുതര നിയമലംഘനം. നെയ്യാറ്റിൻകര വീടുകളിൽ നിന്ന് പണം വാങ്ങി മാലിന്യം ശേഖരിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ പെരുമ്പഴൂർ പോളിടെക്നിക്കിന് സമീപമുള്ള റോഡരികിൽ മാലിന്യം വലിച്ചെറിഞ്ഞ് നാണംകെട്ട പ്രവൃത്തി ചെയ്യുമ്പോൾ നോക്കുകുത്തിയായി നെയ്യാറ്റിൻകര നഗരസഭ. മാലിന്യം ശേഖരിക്കാനുള്ള ഉത്തരവാദിത്തം നൽകിയവർ തന്നെ പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത് മാലിന്യ സംസ്കരണ പദ്ധതിക്ക് തന്നെ വലിയ തിരിച്ചടിയായി. വലിയ വീഴ്ച. നാണംകെട്ട പ്രവൃത്തി. മാലിന്യം റോഡിൽ തള്ളുന്നത് ഹരിതകർമ്മ സേനയുടെ ഭാഗത്തുനിന്നുള്ള നാണംകെട്ട പ്രവൃത്തിയാണ്. കാരണം നിയമം ലംഘനം. വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം സംസ്കരണത്തിനായി സർക്കാർ വണ്ടികളിൽ കയറ്റി കൊണ്ടുപോകാനോ അതിനായി പ്രത്യേകം അനുവദിച്ച കേന്ദ്രങ്ങളിൽ സൂക്ഷിക്കാനോ ആണ് നിയമം. ഇത് ചുമതലപ്പെട്ടവരുടെ കടമയാണ്. സംവിധാനം ഉണ്ടായിട്ടും മാലിന്യം തള്ളുന്നതിന് പകരം അത് സൂക്ഷിക്കാനും പിന്നീട് വണ്ടികളിൽ കയറ്റാനും നഗരസഭയുടെ ഭാഗത്തുനിന്ന് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ മാലിന്യം റോഡിൽ തള്ളുന്നത് പരിപൂർണമായ അനാസ്ഥയും നിയമലംഘനവുമാണ്. നഗരസഭയുടെ അനാസ്ഥ. ഈ നിയമലംഘനത്തിന് നേരെ കണ്ണടയ്ക്കുന്ന നെയ്യാറ്റിൻകര നഗരസഭ പ്രതിക്കൂട്ടിലാണ്. മാലിന്യ സംസ്കരണത്തിനായി പൊതുഖജനാവിലെ പണം ചെലവഴിക്കുമ്പോൾ ചുമതലപ്പെട്ടവർ തന്നെ റോഡിൽ മാലിന്യം തള്ളുന്നത് നഗരസഭയുടെ മേൽനോട്ടത്തിലുള്ള വീഴ്ചയാണ്. മാലിന്യം റോഡിലിട്ടാൽ ഉണ്ടാകുന്ന ഭീഷണികൾ. വീടുകളിൽ നിന്ന് എടുത്ത മാലിന്യം പൊതുസ്ഥലത്ത് തള്ളുന്നത് രോഗഭീഷണി വർദ്ധിപ്പിക്കുന്നു. കൊതുകുകളും ഈച്ചകളും, ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ തുടങ്ങിയ പകർച്ചവ്യാധികൾ പെരുകുന്നു. ജലജന്യ രോഗങ്ങൾ, ടൈഫോയിഡ്, കോളറ തുടങ്ങിയ രോഗങ്ങൾ പടരാൻ സാധ്യതയുണ്ട്. അടിയന്തര നടപടി ആവശ്യപ്പെടുന്നു. ഈ നാണംകെട്ട പ്രവൃത്തി ചെയ്തവർക്കെതിരെ നഗരസഭ ഉടൻ നടപടിയെടുക്കണം. മാലിന്യം നീക്കം ചെയ്യുകയും ഈ പ്രവൃത്തി ചെയ്തവരെ കണ്ടെത്തി പിഴ ചുമത്തുകയും ചെയ്തില്ലെങ്കിൽ നഗരസഭയുടെ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടമാകും. ന്യൂസ് സിറ്റി തിരുവനന്തപുരം.